ഒരു ജീവനക്കാരൻ സർവീസിൽ കയറുന്ന തീയതി മുതൽ നിശ്ചിത കാലയളവ് വരെ ആ ജീവനക്കാരൻ്റെ അക്കൗണ്ടിൽ എത്ര ഹാഫ് പേ ലീവ് വരും, എങ്ങനെയാണ് കമ്മ്യൂട്ടൽ ലീവ് രേഖപ്പെടുത്തുന്നത്, HPL എടുത്താൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് സർവീസ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്ന എപ്പിസോഡാണിത്. സ്ക്രീനിൽ നോക്കുക. സർവീസ് ബുക്കിൻ്റെ ഭാഗം 5 അവധിക്കണക്ക് B അർത്ഥവേദനാവധി HPL കാൽക്കുലേഷൻ രേഖപ്പെടുത്തേണ്ട പേജാണിത്. ആ പേജ് ഒന്ന് വിവരിക്കുകയാണ്. ആദ്യമായിട്ട് സേവനകാലം തീയതി മുതൽ വരെ എന്നാണോ ജീവനക്കാരൻ സർവീസിൽ കയറിയത് ആ ഡേറ്റ് തൊട്ട് ഓരോ പൂർണ്ണ വർഷത്തിനേ ഹാഫ് പേ ലീവ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നാണോ അദ്ദേഹം സർവീസിൽ കയറിയത് വരെ എന്നുള്ളിടത്ത് 1 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റോ അല്ലെ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റോ എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ കോളത്തിൽ പൂർത്തിയാക്കിയ വർഷം എത്രയാണെന്ന് കാണിക്കുക. 1 വർഷമെങ്കിൽ 1, 2 വർഷമെങ്കിൽ 2, 3 എങ്കിൽ 3. അങ്ങനെ ഓരോ വർഷവും പൂർത്തിയാക്കുമ്പോൾ 1 വർഷത്തിന് 20 വെച്ച് 1 വർഷമാണ് രണ്ടാം കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ 3-ാം കോളത്തിൽ 20 2 വർഷമാണ് പൂർത്തിയാക്കിയതെങ്കിൽ 40 അങ്ങനെ എത്ര വർഷമാണോ അതേ 20 കൊണ്ട് ഗുണിച്ചുള്ള ഗുണനഫലമാണ് 4-ാം കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം അവിടെ ശ്രദ്ധിക്കേണ്ട 4-ാം കോളത്തിൽ കോളം 3+13 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സർവീസിൽ കയറിയ ആളെ സംബന്ധിച്ച് മുൻ ബാലൻസ് ഇല്ല. അതേസമയം സർവീസിൽ തുടരുന്ന ആളെ സംബന്ധിച്ച് 4-ാം കോളം ഫില്ല് ചെയ്യുമ്പോൾ ആ തനത് ഇയറിൽ ആർജിച്ച ഹാഫ് പേ ലീവും മുൻ ബാലൻസ് 13-ാം കോളത്തിലുണ്ടെങ്കിൽ അതും കൂടി പ്ലസ് ചെയ്തിട്ട് വേണം 4-ാം കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. 4-ാം കോളം എന്ന് പറഞ്ഞാൽ ആ ജീവനക്കാരൻ്റെ ആകെ ഉപയോഗിക്കാവുന്ന ഹാഫ് പേ ലീവ് എത്രയാണെന്നുള്ള രേഖപ്പെടുത്തലാണ് ഇവിടെ നടത്തുന്നത്. തുടർന്ന് വിനിയോഗിച്ച അവധി, അതായത് HPL എടുത്തിട്ടുണ്ടെങ്കിൽ HPL മൈനസ് ചെയ്യണം. പരിവർത്തിതാവധി കമ്മ്യൂട്ടൽ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂട്ടൽ ലീവ് മൈനസ് ചെയ്യപ്പെടേണ്ടതാണ്. ആദ്യം അർത്ഥവേദനാവധി അല്ലെ ഹാഫ് പേ ലീവ് എന്ന് മുതൽ എന്ന് വരെയാണ് എന്നുള്ളത് 5-ാം കോളത്തിൽ രേഖപ്പെടുത്തുക. എത്ര ദിവസമാണെന്നുള്ളതാണ് 6-ാം കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം പരിവർത്തിതാവധി കമ്മ്യൂട്ടൽ ലീവ് എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളത് 7-ാം കോളത്തിൽ രേഖപ്പെടുത്തുക. എത്ര ദിവസമാണെന്നുള്ളത് 8-ാം കോളത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ 9-ാം കോളത്തിൽ നിങ്ങൾക്കറിയാം, ഒരു കമ്മ്യൂട്ടൽ ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 ഹാഫ് പേ ലീവിന് തുല്യമാണ്. അപ്പോൾ എത്രയാണോ കമ്മ്യൂട്ടൽ ലീവ് 8-ാം കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് 9-ാം കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഉദാഹരണമായിട്ട് 8-ാം കോളത്തിൽ 7 കമ്മ്യൂട്ടൽ ലീവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ 9-ാം കോളത്തിൽ അത് 14 എന്ന് രേഖപ്പെടുത്തുക. അതായത് 2 HPL കൂടുന്നതാണ് ഒരു കമ്മ്യൂട്ടൽ ലീവ്. തുടർന്ന് 10-ാം കോളത്തിലേക്ക് വരുന്നു. ഇങ്ങനെ 6-ാം കോളത്തിലെയും 9-ാം കോളത്തിലെ, അതായത് 6-ാം കോളത്തിലെ ഹാഫ് പേ ലീവും 9-ാം കോളത്തിൽ കമ്മ്യൂട്ടൽ ലീവ് എടുത്തതിൻ്റെ ഫലമായിട്ടുള്ള ഹാഫ് പേ ലീവും, ഇത് രണ്ടും കൂടി, അതായത് വിനിയോഗിച്ച 2 ലീവും കൂടി പ്ലസ് ചെയ്തിട്ട് 10-ാം കോളത്തിൽ രേഖപ്പെടുത്തണം. വിനിയോഗിച്ച 2 ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം 10-ാം കോളം ഫില്ല് ചെയ്താൽ മതി. 10-ാം കോളത്തിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ബാക്കി 4-10 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 4-ാം കോളത്തിൽ നമ്മൾ ആകെ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട ലീവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10-ാം കോളത്തിൽ വിനിയോഗിച്ച ലീവുകൾ ആകെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആകെ ക്രെഡിറ്റ് ചെയ്യപ്പെട്ട ലീവിൽ നിന്നും ഉപയോഗിച്ച ലീവ് മൈനസ് ചെയ്യുന്നതാണ് 11-ാം കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് 12-ാം കോളം അർഹതപ്പെടാത്ത അവധി, അതായത് ലീവ് നോട്ട് ഡ്യൂ, അത് പെർമനൻറ്റ് സബ്സ്റ്റാൻറ്റീവ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് KSR അനുവദിച്ചിരിക്കുന്നത്. അത് ഒഫീഷ്യേറ്റിംഗ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ല. അതുകൊണ്ട് അവിടെ നില്ല് രേഖപ്പെടുത്തുക. 11-ൽ എത്രയാണോ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെ 13-ലേക്ക് ക്യാരി ഓവർ ചെയ്ത് അറ്റ ബാക്കി എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഒരു ജീവനക്കാരൻ 10/4/2025 സർവീസിൽ കയറിയെങ്കിൽ സർവീസ് ബുക്കിൻ്റെ പേജ് നോക്കുക, HPL അക്കൗണ്ടിംഗ് പേജ് നോക്കുക. 10/4/2025 സേവനകാലം തീയതി മുതൽ വരെ എന്നുള്ള കോളത്തിൽ മുതൽ 10/4/2025 ടു 9/4/2026 1 വർഷം പൂർത്തിയാകുന്നു. 9/4/2026 രണ്ടാം കോളത്തിൽ 1 വർഷം 1 രേഖപ്പെടുത്തുന്നു. ആ 1 വർഷത്തിൻ്റെ പേരിലുള്ള 20 രേഖപ്പെടുത്തുന്നു. 4-ാം കോളത്തിൽ വീണ്ടും ആകെപ്പാടെ സർവീസിൽ കയറിയതാണ് 20 ഉള്ളൂ, മുൻ ബാലൻസ് ഇല്ല. 3+13 എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് 20 തന്നെ രേഖപ്പെടുത്തുന്നു. അർത്ഥവേദനാവധിയോ പരിവർത്തിതാവധിയോ ഒന്നും എടുത്തിട്ടില്ല. ബാക്കി ശേഷിക്കുന്നത് 11-ാം കോളത്തിൽ 20,
12 ബാധകമല്ല. വീണ്ടും 13-ാം കോളത്തിൽ നെറ്റ് ബാലൻസ് ആയിട്ട് 20 രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ ജീവനക്കാരൻ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഹാഫ് പേ ലീവ് എടുക്കുന്നെന്ന് വിചാരിക്കുക. അതാണ് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. HPL എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. 12/5/2026 മുതൽ 16/5/2026 വരെ അർത്ഥവേദനാവധി എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5 ദിവസം കാലയളവ് ദിവസങ്ങളിൽ 6-ാം കോളത്തിൽ 5 ദിവസം 5 എന്ന് കാണിച്ചിട്ടുണ്ട്. പരിവർത്തിതാവധിയില്ല. തുടർന്ന് 10-ാം കോളത്തിൽ 6+9 അതായത് പരിവർത്തിതാവധിയും അർത്ഥവേദനാവധിയും കൂടി ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇവിടെ അർത്ഥവേദനാവധി HPL മാത്രമേ എടുത്തിട്ടുള്ളത് കൊണ്ട് 6+9 അതായത് 10-ാം കോളത്തിൽ 5 എന്ന് രേഖപ്പെടുത്തുന്നു. ശേഷം 11-ാം കോളത്തിലേക്ക് വരുമ്പോൾ മുൻ 4-ൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടതും 10-ൽ വിനിയോഗിച്ചതായിട്ടുള്ള ലീവ് മൈനസ് ചെയ്യപ്പെടുന്നു. അതായത് ആർജിച്ച ലീവും വിനിയോഗിച്ച ലീവും തമ്മിൽ കുറച്ചതിന് വ്യത്യാസമാണ് രേഖപ്പെടുത്തേണ്ടത്. ആകെ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ 20 HPL ഉണ്ടായിരുന്നു. 5 എണ്ണം വിനിയോഗിച്ചു. ബാലൻസ് 15. 12-ാം കോളം നമുക്ക് ബാധകമല്ല, നില്ല് രേഖപ്പെടുത്തുന്നു. 13-ാം കോളത്തിലേക്ക് 15 എന്ന് തന്നെ രേഖപ്പെടുത്തുന്നു. തുടർന്ന് ആ ജീവനക്കാരൻ്റെ സർവീസ് മുൻപോട്ട് പോകുന്നു. 10/4/2026 ടു 9/4/2028 2 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതിനോടകം അദ്ദേഹം ഒരു ലീവും ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, അവെയിൽ ചെയ്തിട്ടില്ല. 10/4/2026 ടു 9/4/2028 2 വർഷം. 2-ാം കോളത്തിൽ 2 വർഷം എന്ന് രേഖപ്പെടുത്തുന്നു. തുടർന്ന് 3-ാം കോളത്തിൽ 1 വർഷത്തിന് 20 എന്ന കണക്കിൽ 2 വർഷത്തിൻ്റെ പേരിൽ 40. 4-ാം കോളത്തിൽ അവിടെ 3+13 എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 3-ാം കോളവും അതോടൊപ്പം തന്നെ മുൻ ബാലൻസായ 13-ാം കോളവും. 13-ാം കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 15. ഇപ്പോൾ വന്നിരിക്കുന്നത് 40. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 55. 4-ാം കോളത്തിൽ 55 HPL എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് തുടർന്ന് ആ കാലയളവിൽ HPLോ കമ്മ്യൂട്ടൽ ലീവോ ഒന്നും എടുത്തിട്ടില്ല. 3 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ കമ്മ്യൂട്ടൽ ലീവിന് അർഹതയുള്ളൂ. 11-ാം കോളത്തിൽ 55 12 ബാധകമല്ലാത്തതുകൊണ്ട് 13-ാം കോളത്തിലും 55 തന്നെ രേഖപ്പെടുത്തുന്നു. ജീവനക്കാരൻ 2/6/2028 മുതൽ 11/6/2028 വരെ 10 ദിവസം കമ്മ്യൂട്ടൽ ലീവ് അല്ലെങ്കിൽ പരിവർത്തിതാവധി എടുക്കുന്നെന്ന് വിചാരിക്കുക. അതാണ് സർവീസ് ബുക്കിൻ്റെ HPL അക്കൗണ്ടിൻ്റെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. 2/6/2028 ടു 11/6/2028 8-ാം കോളത്തിൽ 10 കമ്മ്യൂട്ടൽ ലീവ് എത്രയാണോ എടുത്ത് അത്രയും രേഖപ്പെടുത്തുക. തുടർന്ന് 9-ാം കോളത്തിൽ എത്ര കമ്മ്യൂട്ടൽ ലീവാണ് എടുത്തത് അതിൻ്റെ ഇരട്ടിയാണ് അർത്ഥവേദനാവധിയിൽ മൈനസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 8-ാം കോളത്തിൽ 10 എഴുതിയത് കൊണ്ട് അതിൻ്റെ ഇരട്ടി രേഖപ്പെടുത്തുന്നു, 20 എന്ന് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ 10-ാം കോളത്തിൽ HPL എടുത്തിട്ടുണ്ടെങ്കിൽ ആ HPLും കമ്മ്യൂട്ടൽ ലീവിൻ്റെ പേരിലുള്ള ഹാഫ് പേ ലീവും കൂടി കൂട്ടുന്നു. പക്ഷേ ഇവിടെ ഹാഫ് പേ ലീവ് എടുക്കാത്തത് കൊണ്ട് പരിവർത്തിത അവധിയുടെ പേരിലുള്ള 20 തന്നെ വീണ്ടും 10-ാം കോളത്തിൽ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം 11-ാം കോളത്തിൽ 4-10 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 4-ാം കോളത്തിൽ നിങ്ങൾക്ക് കാണാം 55. ഇപ്പോൾ ആൾ വിനിയോഗിച്ചിരിക്കുന്ന ലീവ് പരിവർത്തിതാവധിയുടെ പേരിൽ വിനിയോഗിച്ചിരിക്കുന്ന ലീവ് 20 അപ്പോൾ 55 നിന്ന് 20 മൈനസ് ചെയ്താൽ 35. അതാണ് 11-ാം കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4-10. ശേഷം 12-ാം പേജ് ബാധകമല്ല. 13-ാം പേജിൽ അത് തന്നെ ക്യാരി ഓവർ ചെയ്തെഴുതിയിരിക്കുന്നു 35. തുടർന്ന് ജീവനക്കാരൻ്റെ സർവീസ് തുടരുന്നു. 10/4/2028 ടു 9/4/2029 1 വർഷം. ആ 1 വർഷത്തിൻ്റെ പേരിലുള്ള 20 കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് മുൻ ബാലൻസ് നമ്മൾ നോക്കുന്നു. 4-ാം കോളം പൂരിപ്പിക്കുന്നത് 3ഉം മുൻ അറ്റബാക്കി 13-ാം പേജും കൂടി പ്ലസ് ചെയ്യുന്നു. അറ്റബാക്കി നോക്കുമ്പോൾ 35 ക്രെഡിറ്റിൽ കിടക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് 35 ക്രെഡിറ്റിൽ കിടക്കുന്നത്. ഇപ്പോഴത്തെ ഈ കാലയളവ് കൊണ്ട് 20 3-ാം കോളത്തിൽ വന്നിരിക്കുന്നത്. ആ 35 20 കൂടി കൂട്ടുമ്പോൾ 55 HPL ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ വരിക. തുടർന്ന് HPL ഒന്നും എടുത്തിട്ടില്ല, കമ്മ്യൂട്ടൽ ലീവ് എടുത്തിട്ടില്ല. 11-ാം കോളത്തിൽ 55, 13-ാം കോളത്തിലും അറ്റബാക്കി ബാലൻസ്
55 HBL എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെയാണ് തുടർന്നുള്ള സർവീസിലും ഹാഫ് പേ ലീവും കമ്മ്യൂട്ടൽ ലീവും അത് ആർജിച്ച ലീവുകളും അതോടൊപ്പം തന്നെ വിനിയോഗിച്ച ലീവുകളും സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. താങ്ക് യു.